ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 6-ാം ഞായർ ക്രൈസ്തവ മതത്തിൻ്റെ ആദ്യത്തെ മതബോധന ഗ്രന്ഥത്തെ ദിദക്കെ എന്നാണ് പറയുക. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ എന്ന് അത് പറയപ്പെടും. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച്, അതേപോലെ സഭയിലെ ഘടനയെക്കുറിച്ച്, അതിൻ്റെ ഭരണ രീതികളെക്കുറിച്ച്, അതേപോലെ നിത്യതയെക്കുറിച്ചുമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ ദിദക്കെ എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നത് 2 വഴികൾ അവതരിപ്പിച്ചുകൊണ്ടാണ്: ജീവൻ്റെ പാതയും മരണത്തിൻ്റെ പാതയും. ഒരു ക്രൈസ്തവൻ ജീവൻ്റെ പാതയിലൂടെ ചരിക്കുന്നവനാണ്. ഒരു ജീവ സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ ശ്രദ്ധ വയ്ക്കുന്നവനാണ്. മരണ സംസ്കാരത്തെ വിട്ടകന്ന് പ്രിയപ്പെട്ടവരെ ജീവൻ്റെ പാതയിലൂടെ നമ്മൾ മുന്നേറണം. അതാണ് ആ ദിദക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ആ 2 ജീവിത രീതികളെ അവതരിപ്പിച്ചുകൊണ്ട് ദിദക്കെ ആരംഭിക്കുന്നത് പോലെ ഇന്നത്തെ വായനകൾ ഓരോന്നും പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതത്തെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ എതിരായിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്നത്തെ 1-ാമത്തെ വായന നമ്മൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്, 17-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അവിടെ പ്രിയപ്പെട്ടവരെ 2 തരം ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശപിക്കപ്പെട്ട ജീവിതം, മറ്റേത് അനുഗ്രഹീതമായ ജീവിതം. അതായത് തന്നിൽ ആശ്രയിച്ചുകൊണ്ട്, തന്നിൽ അഹങ്കരിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ നമ്മുടെ ജീവിതം ശബ്ദം എന്ന് പറയുകയാണ്. നേരെ മറിച്ച് ദൈവത്തിൽ പൂർണ്ണമായ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴോ അവിടെ നമ്മുടെ ജീവിതം അനുഗ്രഹീതം എന്ന് പറയുകയാണ്. നമ്മൾ ശപിക്കപ്പെട്ട ജീവിതം ജീവിക്കേണ്ടവരല്ല, അനുഗ്രഹീതമായ ജീവിതം ജീവിക്കേണ്ടവരാണ്. നമ്മിൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ, നമ്മുടെ തന്നെ ശക്തിയിൽ ഊറ്റം കൊള്ളാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവ കൃപയിൽ പ്രിയപ്പെട്ടവരെ ജീവിതം പടുത്തുയർത്തുവാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇന്നത്തെ 1-ാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുക. ഇന്നത്തെ സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനമാണത്. ആ സങ്കീർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആ ജീവിതത്തിൽ നമ്മുടെ ജീവിതം 2 രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വേറെ ഒരു കുറ്റിച്ചെടി പോലെയാണ്, ഫലങ്ങളൊന്നും കായ്ക്കാത്ത ഉണങ്ങി വരേണ്ട ഒരു ചെടി മാതിരി. അങ്ങനെ ആകുന്നത് എപ്പോഴാണെന്നറിയാവോ? ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിച്ച് ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ്. നേരെ മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് ജീവിക്കുമ്പോഴോ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ നമ്മൾ തഴച്ച് വളരും. അതേപോലെ എക്കാലവും നമ്മൾ ഫലം കായ്ക്കും. കാരണം നമ്മുടെ വേരുകൾ ആ വെള്ളത്തിൽ ഊന്നിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് വെള്ളം കിട്ടാതെ പോകുന്നില്ല. അത് തഴച്ചു വളരും. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് അതിൽ ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അങ്ങനെയായി തീരുക. അതിന് പകരം പരിഹാസകരുടെ പാതയിലൂടെ അങ്ങനെ ചരിക്കുമ്പോഴോ ദൈവത്തെ നിരാകരിച്ചു ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിന് ഒരു ഫലവും പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഇന്നത്തെ 1-ാമത്തെ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ 2 തരം ജീവിത രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കൂട്ടർ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്, മറ്റേ കൂട്ടരോ ഉത്ഥാനത്തെ നിഷേധിക്കുന്നവരാണ്. ഉത്ഥാനത്തെ നിഷേധിക്കുന്നവർ ഒരു വിധത്തിൽ ഒരു മരണ സംസ്കാരത്തിലാണ്. അവർക്ക് പ്രത്യാശയില്ല. പ്രത്യാശ കെട്ടവരായി, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്തവരായി അവർ ജീവിക്കേണ്ടി വരുന്നു. നേരെ മറിച്ച് ഉത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴോ മരണത്തെപ്പോലും ഈശോ ജയിച്ച് ഉത്ഥിതനായി ഇന്നും ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴോ നമുക്കും ഉത്ഥാനമുണ്ട് എന്ന് നമ്മൾ ബോധപ്പെടുക. അത് നമ്മളെ പ്രത്യാശ നിറഞ്ഞവരാക്കി മാറ്റുക. ആ വിശ്വാസം, ഉത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസം. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉത്ഥാനത്തിലുള്ള വിശ്വാസത്തിലൂടെ പ്രത്യാശ നിറഞ്ഞവരായി ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ജൂബിലി നന്നായിട്ട് കൊണ്ടാടുക. ജൂബിലിയുടെ ആപ്തവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണല്ലോ. പ്രത്യാശ നിറഞ്ഞുള്ള തീർത്ഥാടനമാണ്
ക്രൈസ്തവൻ്റെ ജീവിതം എന്ന് വെളിവാക്കുന്നു. നമ്മൾ ആഘോഷിക്കുന്ന ജൂബിലിയും അത് ഏറ്റവും വെളിവാക്കുന്ന, അതിൻ്റെ സന്ദേശം ഏറ്റവും വെളിവാക്കുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിച്ചു കേൾക്കുക, 20 മുതൽ 26 വരെ. അവിടെ ഒരു വിധത്തിൽ ഈ നമ്മൾ മത്തായുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗമില്ലേ, അത് ആരംഭിക്കുന്ന പോലെയാണ്. പക്ഷേ അതിനെ ലൂക്കായിൽ വരുമ്പോൾ അതിനെ സമതല പ്രസംഗം എന്നാണ് പറയുക. മത്തായുടെ സുവിശേഷത്തിൽ ഈശോയെ പുതിയ മോശയായിട്ട് അവതരിപ്പിക്കുക. മലമുകളിൽ നിന്ന് പഴയ നിയമം നൽകിയ മോശയെ പോലെ മലമുകളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഇതാ പുതിയ നിയമം നൽകുന്നു എന്നാണ് മത്തായി വെളിവാക്കുക. നേരെ മറിച്ച് നമ്മൾ ലൂക്കായിലേക്ക് വരുമ്പോഴോ പാവപ്പെട്ടവരുടെ സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന പാവപ്പെട്ടവനായ ഈശോ എന്ന് വേണേൽ പറയാം. പുൽക്കൂട്ടിൽ പിറന്നവൻ, തലയിലേക്ക് ഇടമില്ലാതെ ജീവിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് തൻ്റെ പ്രധാനപ്പെട്ട പ്രബോധനം വേകുന്നത് മലയിൽ നിന്നല്ല, പിന്നെയോ സമതലത്തിൽ നിന്നാണ്. മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തെ സ്വന്തം ജീവിതമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ആയിരുന്നുകൊണ്ട് കർത്താവ് എന്താ പ്രഘോഷിക്കുന്നത്? അവിടുന്ന് സുവിശേഷം പ്രഘോഷിക്കുക. നമ്മൾ ഈ ലൂക്കയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ പറയുന്നില്ലേ, അതായത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, ദരിദ്രരോട് സുവിശേഷം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ, പീഡിതർക്ക് മോചനമേകുവാൻ, വിശക്കുന്നവർക്ക് സംതൃപ്തിയേകുവാൻ, ദുഃഖിതർക്ക് ആശ്വാസമേകുവാൻ, ബന്ധിതരെ വിമോചിപ്പിക്കുവാൻ എല്ലാം അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ പ്രിയപ്പെട്ടവരെ തൻ്റെ ആ സുവിശേഷം വിളംബരം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട്, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവരാൽ നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഈശോയുടെ തന്നെ അനുഭവങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മുടെ അനുഭവം ഏറ്റെടുത്തുകൊണ്ട് അവയിലെല്ലാം വലിയ ഒരു വിധത്തിൽ ഈ വേദന അനുഭവിക്കുന്നവരുടെ വിഷമതയിൽ നിന്നെല്ലാം മോചിപ്പിക്കും എന്ന് ഈശോ വിളംബരം ചെയ്യുവാണ് ഇന്നത്തെ ആ സുവിശേഷത്തിൽ, ആ സുവിശേഷ ഭാഗ്യങ്ങളിൽ. കർത്താവ് പറയാണ്, ദരിദ്രരെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ, വിശക്കുന്നവരെ നിങ്ങൾക്ക് സംതൃപ്തിയേകുവാൻ, കരയുന്നവരെ നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ, അവഗണിക്കപ്പെട്ടവരെ നിങ്ങളെ ഓരോരുത്തരെയും അനുമോദിക്കാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് ഈശോ രൂപത്തിൽ വിളംബരം ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ ഭാഗ്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ. എന്നാൽ അത് കഴിഞ്ഞിട്ട് കർത്താവ് അതിന് ബദലായിട്ട്, ഈ ഭാഗ്യങ്ങൾക്ക് ബദലായിട്ട് 4 ശാപങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴ് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സംതൃപ്തി അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്, ഇപ്പോൾ സന്തോഷിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്, ഇപ്പോൾ എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് ശാപവാക്കല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കർത്താവ് വിവരിക്കുക. അതായത് ഈ ലോകത്തുള്ള നമ്മുടെ അനുഭവങ്ങളിൽ മാത്രം ഒതുങ്ങി പ്രിയപ്പെട്ടവരെ അതിൽ നമ്മൾ വീമ്പിടിക്കാൻ പോയാൽ അത് നമുക്ക് യഥാർത്ഥ സന്തോഷം തരില്ല. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇന്നിൻ്റെ മാത്രം വെളിച്ചത്തിൽ കണ്ടാൽ പോരാ, നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം കണ്ടാൽ പോരാ, പിന്നെയോ നിത്യതയുടെ വെളിച്ചത്തിൽ, ദൈവീകതയുടെ വെളിച്ചത്തിൽ, സ്വർഗത്തിൻ്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അത് കാണാൻ സാധിക്കണം. ഈ ലോകത്തിൽ ഒന്നും നിലനിൽക്കുന്നതല്ലല്ലോ. ഇന്ന് ഏറ്റവും സമ്പന്നനാകാം, നാളെ ദരിദ്രനായി മാറാം. ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്നവനാകാം, നാളെ ദുഃഖിച്ച് തളർന്നു പോകാം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ സംതൃപ്തി അനുഭവിക്കുന്നവൻ നാളെ വിശന്നു വലയാം. ഇപ്പോഴെല്ലാവരാലും പുകഴ്ത്തപ്പെടാം, നാളെയോ എല്ലാവരാലും ഇകഴ്ത്തപ്പെടാം. ഈ ലോക അനുഭവത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കരുത്, അതിൽ നമ്മൾ പ്രത്യാശ വയ്ക്കരുത്. നമ്മുടെ പ്രത്യാശ ദൈവത്തിലാകണം, നമ്മുടെ ശ്രദ്ധ സ്വർഗത്തിലാകണം. അതാണ് പ്രിയപ്പെട്ടവരെ ഈശോ അർത്ഥമാക്കുന്നത്.
നമ്മൾ ഈ ഈശോയുടെ പല പ്രബോധനങ്ങളും നമ്മൾ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു കൂട്ടർ സ്വർഗത്തിന് നിയോഗിക്കപ്പെട്ടവർ, മറ്റേ കൂട്ടരോ നരകത്തിന് യോഗ്യർ. അതെങ്ങനെയുള്ളവരാണ് എന്ന് അവരുടെ പറയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവർ, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ സ്വർഗത്തിന് യോഗ്യരായിത്തീരുന്നു. അവഗണിക്കുമ്പോഴോ പ്രിയപ്പെട്ടവരെ നമ്മൾ നരകത്തിന് അർഹരായിത്തീരുന്നു എന്ന് പറയുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ അതിൽ 28-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എത്രമാത്രം നിൻ്റെ ജീവിതം അനുഗ്രഹീതമാകുമെന്ന് പറയുകയാണ്. നേരെ മറിച്ച് ദൈവവചനത്തെ നിരാകരിച്ച് ജീവിക്കുമ്പോഴോ നിൻ്റെ ജീവിതം എത്ര കഷ്ടതരമായി മാറും എന്നും അവിടെ വെളിവാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗലാത്യർക്കുള്ള ലേഖനം എടുത്തേ, അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ 5-ാമത്തെ അധ്യായത്തിലാണ് അവിടെ ജഡത്തിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ വ്യത്യാസങ്ങൾ നോക്ക്. അപ്പം നമ്മൾ ആത്മാവിൻ്റെ ഫലത്തിൽ ജീവിക്കേണ്ടവരാ, നമ്മൾ സ്വർഗത്തിന് യോഗ്യരായി നമ്മൾ ജീവിക്കേണ്ടവരാ, ദൈവത്തിൻ്റെ വചനത്തെ പാലിച്ച് അനുഗ്രഹീതരായി ജീവിക്കേണ്ടവരാണ് എന്ന് ബൈബിൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നായിട്ടൊന്ന് ക്രമീകരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മൾ മനുഷ്യനിൽ പ്രത്യാശ വയ്ക്കുന്നതിന് പകരം ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് സ്വന്തം ബലത്തിലും സ്വന്തം ശക്തിയിലും ആശ്രയം വയ്ക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ കൃപയിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകാം. അവിടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി മാറുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ അവഗണിക്കുമല്ല, പിന്നെയോ നമ്മൾ ദൈവവചനത്തെ നിരന്തരം ധ്യാനിച്ച് പാലിക്കാൻ ശ്രദ്ധ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാകും. സങ്കീർത്തനം അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണത്തെപ്പോലും അതിജീവിച്ച് ഉത്ഥിതനായി ഇന്നും ജീവിക്കുന്ന കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ ഉത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിനെ എല്ലാം നോക്കിക്കാണാനും പ്രത്യാശ നിറഞ്ഞവരായി ജീവിക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏറ്റവും ഭാഗ്യപൂർണ്ണമായി മാറട്ടെ. കർത്താവ് അരുൾ ചെയ്ത ഭാഗ്യങ്ങൾ നമ്മുടെ അനുഭവമായി മാറട്ടെ. കർത്താവ് ഏകുന്ന ആ സംതൃപ്തിയും സമൃദ്ധിയും, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഏകുന്ന സന്തോഷവും അവിടുന്ന് ഏകുന്ന ആ അംഗീകാരവും എല്ലാം നമ്മുടെ ജീവിത അനുഭവമായി മാറട്ടെ. ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിതം ക്രമീകരിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ഏവർക്കും അനുഗ്രഹം പകർന്ന് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.